നമസ്കാരം. സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ എന്നതിനപ്പുറം ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യക്ക് വരെ പ്രിയപ്പെട്ട താരമാണ് കല്യാണി പ്രിയദർശൻ. ഹൃദയം, ബ്രോഡാഡി, തല്ലുമാല, ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങി ഒട്ടനവധി മലയാള സിനിമകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ താരത്തിനായിട്ടുണ്ട്. നിരവധി സിനിമകളിൽ സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെ നായികയായി അരങ്ങേറുന്നത്. പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചെറിയ കാലയളവിനുള്ളിൽ തന്നെ കല്യാണി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി 4ഓളം സിനിമകൾ ചെയ്തതിനു ശേഷമാണ് താരം മലയാളത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ കൈനിറയ സിനിമകളും പ്രൊജക്ടുകളും എല്ലാമായി തിരക്കിലാണ്. രക്ഷിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും കല്യാണി പ്രിയദർശൻ വാചാലയായിട്ടുണ്ട്. അച്ഛനും അമ്മയും ജീവിതത്തിലെ നിർണായക തീരുമാനമെടുത്തപ്പോൾ രണ്ടുപേരുടെയും തീരുമാനത്തിനൊപ്പം നിന്ന മക്കളാണ് കല്യാണിയും സിദ്ധാർത്ഥും. അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഇന്നും സന്തുഷ്ടരാണ് ഇരുവരും. പ്രിയദർശനും ലിസിയും 1990-ലാണ് വിവാഹിതരായത്. 24 വർഷത്തെ വിവാഹത്തിന് ശേഷം 2016-ലാണ് ഇവർ വിവാഹമോചനം നേടിയത്. തന്റെ മാതാപിതാക്കളുടെ വിവാഹമോചനം ഒരു ഞെട്ടലായിരുന്നുവെന്നായിരുന്നു അന്ന് കല്യാണി പറഞ്ഞത്. അത് തന്നെ പക്ഷേ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല. കാരണം തന്റെ മാതാപിതാക്കൾ ഒരിക്കലും എന്നെയും സഹോദരനെയും കുഴപ്പത്തിലാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർ തമ്മിൽ ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നോ അതോ ഇത്രയും വലിയ വിഷയങ്ങളിലൂടെ കടന്നുപോയി എന്നോ ഒരിക്കലും അവർ ഞങ്ങളുടെ മുൻപിൽ മാതാപിതാക്കൾ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ലെന്നും കല്യാണി തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ തന്റെ അച്ഛനെ കുറിച്ച് കല്യാണി പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. കല്യാണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ ചെറുതായിരുന്നപ്പോൾ അച്ഛൻ ഫുൾ ബിസി ആയിരുന്നു. വീട്ടിൽ ഉള്ളപ്പോഴും കൂടെ കൂട്ടുകാർ ഒക്കെ ഉണ്ടാകും. അച്ഛനെ മിസ് ചെയ്യുമ്പോൾ ഒക്കെയും അച്ഛൻ കൂടെ ഉള്ളപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഇമാജിൻ ചെയ്യും. ചന്ദ്രലേഖയെ ഇന്നസെന്റ് അങ്കിളിനെ പോലെ മക്കളെ കുറിച്ച് എപ്പോഴും കൺസേൺഡ് ആയിരിക്കും. ചിത്രത്തിലെ രഞ്ജിനി ചേച്ചിയുടെ അച്ഛനെ പോലെ ഭയങ്കര ലവിങ് ആയിരിക്കും എന്നൊക്കെ ഇമാജിൻ ചെയ്യും. എന്നാൽ നേരിട്ട് കാണുമ്പോൾ അച്ഛൻ വളരെ സീരിയസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നും സിനിമയിൽ ഇത്രയും ലവിങ് ക്യാരക്ടേഴ്സ് ചെയ്ത മിസ്റ്റർ പ്രിയൻ എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഞാൻ കൂടെ ഇല്ലാത്തപ്പോൾ അച്ഛൻ എന്റെ സിനിമകൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണും. എന്നിട്ട് കൂട്ടുകാരെ ഒക്കെ വിളിച്ചു പറയും, മോളുടെ പുതിയ പടം കണ്ടോ എന്ന്. എന്റെ ടേസ്റ്റ് ആണ് അവൾക്ക് കിട്ടിയതെന്ന്. ഉള്ളിലുള്ള സ്നേഹം പുറത്തു കാണിക്കാൻ അറിയാത്ത എന്റെ അച്ഛനും എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നാണ് കല്യാണി മനസ്സ് തുറന്ന് സംസാരിച്ചത്. അതേസമയം കല്യാണിയുടെ 32ാം പിറന്നാളും വലിയ രീതിയിൽ ആഘോഷമാക്കിയിരുന്നു. കീർത്തി സുരേഷ്, ആന്റണി തട്ടിൽ, ചന്തു സലീം കുമാർ, പ്രിയ അറ്റ്ലി തുടങ്ങി സിനിമാ മേഖലയിൽ കല്യാണിയുടെ സുഹൃത്തുക്കളെല്ലാം ആശംസകളുമായി എത്തിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ കുടുംബത്തോടൊപ്പമാണ് മനോഹരമായി കല്യാണി പിറന്നാൾ ആഘോഷിച്ചത്. വലിയ ആളും മാരവും ഇല്ലാതെ ചെറിയൊരു ആഘോഷമായിരുന്നു നടന്നത്. മകളുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രിയദർശൻ പങ്കുവച്ചിരുന്നു. കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് ഒരു നിമിഷം എന്നാണ് പ്രിയദർശൻ ക്യാപ്ഷനായി കുറിച്ചത്. ചോക്ലേറ്റ് കേക്കിന് മുന്നിൽ നിറചിരിയുമായി ഇരിക്കുന്ന കല്യാണിയെയും സമീപത്തായി സഹോദരൻ സിദ്ധാർത്ഥിനെയും ഭാര്യ മെർലിനെയും പ്രിയദർശനെയും കാണാം. എന്നാൽ ഫോട്ടോ വൈറലായത് കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രമായതുകൊണ്ട് മാത്രമായിരുന്നില്ല. കുടുംബ ഫോട്ടോയിൽ ഒരു പുതിയ അതിഥിയെ കൂടി കണ്ടതുകൊണ്ടായിരുന്നു. വൈറൽ ഫോട്ടോയിൽ സിദ്ധാർത്ഥിന്റെ കയ്യിൽ ഒരു പെൺകുഞ്ഞിനെ കാണായിരുന്നു. സിദ്ധാർത്ഥിന്റെയും മെർലിന്റെയും മകളാണോ? പ്രിയദർശൻ മുത്തശ്ശനായോ? പേരക്കുട്ടി പിറന്ന വിവരം അറിഞ്ഞില്ലല്ലോ. ലിസി എവിടെ? ലിസി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കുടുംബ ഫോട്ടോ പൂർണ്ണമാകുമായിരുന്നു എന്നിങ്ങനെ കമന്റുകൾ നിറയെ വന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്റെ സ്വകാര്യ ജീവിതം പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് സിദ്ധാർത്ഥ്. കുഞ്ഞിനെ കാണാൻ കല്യാണിയുടെ കുട്ടിക്കാല ചിത്രങ്ങളുമായി സാമ്യം തോന്നുമെന്നും പ്രേക്ഷകർ കുറിച്ചിട്ടുണ്ട്. അമേരിക്കൻ പൗരയും വിഷ്വൽ എഫക്ട് പ്രൊഡ്യൂസറുമാണ് മെർലിൻ. ചെന്നൈയിലെ ഫ്ളാറ്റിൽ നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി 10ഓളം പേർ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത മരിക്കാർ അടുപ്പിക്കറിന്റെ സിംഹം എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥായിരുന്നു VFX ചെയ്തിരുന്നത്. ഈ ചിത്രത്തിന് സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. കേരളത്തിലെ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് സിദ്ധാർത്ഥ് പ്രിയദർശൻ. അമേരിക്കയിലാണ് സിദ്ധാർത്ഥ് ഗ്രാഫിക് കോഴ്സ് പൂർത്തിയാക്കിയത്. പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യമായി VFX സൂപ്പർവൈസറായി പ്രവർത്തിച്ച സിനിമയാണ് മരിക്കാർ അറബിക്കലിന്റെ സിംഹം. ചിത്രത്തിലെ വിഷ്വൽ എഫക്ട്സിന് 2019 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരമാണ് സിദ്ധാർത്ഥിന് ലഭിച്ചത്. വേർപിരിഞ്ഞുവെങ്കിലും മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിയദർശനും ലിസിയും ഒരുമിച്ച് നിൽക്കാറുണ്ട്. പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു. ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത്. 24 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ലിസിയും പ്രിയദർശനും ബന്ധം വേർപ്പെടുത്തിയത്. പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച ഓടരുതമാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിസി സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് തന്നെ. ആദ്യ ചിത്രത്തിലൂടെ തന്നെ ലിസി പ്രിയദർശനുമായി വേഗം സൗഹൃദത്തിലാവുകയായിരുന്നു. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ലിസി നായികയായി മാറി. 6 വർഷത്തിനിടെ പ്രിയദർശൻ 22 ചിത്രങ്ങളിൽ ലിസി അഭിനയിച്ചു. ആദ്യമുണ്ടായിരുന്ന സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും 1990 ഡിസംബർ 13 ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം ലിസി ഹിന്ദുമതം സ്വീകരിച്ച് ലക്ഷ്മി പ്രിയദർശൻ എന്ന് പേര് സ്വീകരിച്ചു. ലിസിയും പ്രിയദർശനും തമ്മിൽ 10 വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട്. പ്രിയദർശനുമായി ഒരു വിധത്തിലും ചേർന്നു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ ഈ ബന്ധം വേർപ്പെടുത്തിയതെന്ന് ലിസി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബന്ധം അവസാനിപ്പിക്കാനിടയായ കാരണമെന്ന് കുട്ടികൾക്ക് അറിയാമായിരുന്നുവെന്ന് ബന്ധം വേർപ്പെടുത്തിയ ആദ്യ നാളുകളിൽ തുറന്നു പറഞ്ഞിരുന്നു. ലിസിയുമായുള്ള പ്രശ്നങ്ങൾ മൂലം തനിക്ക് ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് അക്കാലത്ത് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ലിസി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്ന സമയത്ത് ലിസി തനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം കേട്ട് കോടതി മുറിയിൽ താൻ പൊട്ടിക്കരഞ്ഞതായും പ്രിയൻ പറഞ്ഞിരുന്നു.
മോഹൻലാൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു, രണ്ടുപേർ ഒന്നു ചേരാൻ തീരുമാനിക്കുന്ന സമയത്ത് എതിർക്കുന്നവൻ അവരുടെ ശത്രുവാകാറുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേർ പിരിയാൻ തീരുമാനിക്കുമ്പോഴും എതിർക്കുന്നവൻ അവരുടെ ശത്രുവാകുമെന്ന്. ഞാനും ലിസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുറത്തുള്ളവർക്ക് കഴിയുമായിരുന്നില്ല. മക്കളും ഞങ്ങളുടെ കാര്യത്തിൽ വലുതായി ഇടപെട്ടിട്ടില്ല. ലിസിയെ കുറ്റപ്പെടുത്തി എന്നോട് അവർ സംസാരിച്ചിട്ടില്ല. എന്നെ കുറിച്ച് മോശമായി ലിസിയോടും ഒന്നും പറയാനിടയില്ല. അവർ മുതിർന്ന കുട്ടികളാണല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാനാകുമല്ലോ. ഞങ്ങൾ തമ്മിലുള്ള ചില നിസ്സാരമായ ഈഗോ പ്രശ്നങ്ങളാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത്. ലിസിയാണ് എന്റെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് കാരണമെന്ന് മുമ്പ് അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് അവരുടെ ഉള്ളിൽ കയറി അറിയാനാകില്ലല്ലോ. വിവാഹമോചന കേസ് നടക്കുന്നതിനിടെ ഒരു നാൾ ലിസി കോടതിയിൽ പറഞ്ഞത് സംവിധായകൻ പ്രിയദർശന്റെ കാലം കഴിഞ്ഞു എന്ന് പലരും പറയുന്നു എന്നാണ്. അത് കേട്ടതോടെ അത്രയും നേരം പിടിച്ചു നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു പോവുകയായിരുന്നു. കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജഡമായെന്ന് തന്നെയല്ലേ അത് അർത്ഥം? ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ച ആളാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. അത് താങ്ങാവുന്നതിലും വലിയ ആഘാതമായിരുന്നു. വിഷാദ രോഗാവസ്ഥയിലൂടെയായിരുന്നു അതിനുശേഷം ഞാൻ പോയത്. 4 മാസത്തോളം ഡിപ്രഷനിലൂടെ ചികിത്സയിലായിരുന്നു. അതിൽ നിന്നും എന്നെ രക്ഷിച്ചത് സിനിമയാണെന്നും പ്രിയദർശൻ പറയുന്നു. എന്നാൽ താൻ ലിസിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും താൻ ഇപ്പോഴും ലിസിയെ പ്രണയിക്കുന്നുണ്ടെന്നും ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രിയദർശൻ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഇനി ഒരു മടങ്ങിവരവില്ലെന്നാണ് ലിസി പ്രതികരിച്ചത്. അടുത്തിടെ ലിസി പ്രിയദർശൻ പ്രണയകാലത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ. ലിസി പ്രിയദർശൻ പ്രണയം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലം. അവർ തമ്മിൽ ഇടയ്ക്ക് പിണക്കങ്ങളുണ്ടാകും, ഇണക്കങ്ങളുണ്ടാകും. പ്രിയന്റെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കൾ ഭൂരിഭാഗവും ലിസിയെ കെട്ടുന്നതിൽ കടുത്ത എതിർപ്പുള്ളവരായിരുന്നു. ഞാനും കൊച്ചിൻ ഹനീഫയും ഒക്കെ ലിസി പക്ഷക്കാരും. അന്ന് കൊച്ചിൻ ഹനീഫയുടെ പകലിൽ ഒരു പൗർണമി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുന്നുണ്ട്. ശിവകുമാർ, രാധിക, ലിസി, റഹ്മാൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ. ലിസിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും പിടിച്ചുകൊണ്ടു പോകുവാനും അമ്മ ഏലിയാമ്മ ഏതാനും ഗുണ്ടകളുമായി ഹനീഫയുടെ സെറ്റിലെത്തി. സംഘർഷഭരിതമായ അന്തരീക്ഷം അവരവിടെ സൃഷ്ടിച്ചു. ലിസി ഭയന്നു വിറച്ചു. ഹനീഫ ഒരു തനി ഗുണ്ടയായി മാറി. കലിപൂണ്ട ഹനീഫ അലറി. അവളെ തൊട്ടാൽ എല്ലാത്തിനെയും കീച്ചുകളയും, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോണം എന്ന് പറഞ്ഞു. വിരട്ടാൻ വന്നവർ തിരിച്ചു പോയെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. ഇതേക്കുറിച്ച് ഹനീഫ എന്നോട് പറഞ്ഞത്, എടാ അവിടെ അതേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ അവർ പെണ്ണിനെയും കൊണ്ട് പോയേനെ എന്നാണ്. ഹനീഫിക്ക ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം പോക്കായനെ എന്നാണ് ലിസി എന്നോട് പറഞ്ഞത്. സുകുമാരി ചേച്ചി, ഹനീഫ എന്നിവരോടൊക്കെ തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്ന് ലിസി പറഞ്ഞിട്ടുണ്ട്. ലിസി പ്രിയദർശൻ വിവാഹത്തിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് കൊച്ചിൻ ഹനീഫയായിരുന്നു. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കുഞ്ഞനുജത്തിയെ പോലെ കണ്ട് എന്റെ വിവാഹം നടത്തിയത് ഹനീഫയ്ക്കാണെന്ന് ലിസി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ എപ്പോഴും ലിസിയുടെ കണ്ണു നിറയുമെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി. അതേസമയം കല്യാണിയുടെ വിവാഹത്തെക്കുറിച്ചും ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പ്രണവ് മോഹൻലാലുമായി കല്യാണി പ്രണയത്തിലാണെന്ന് വാർത്തകൾ വന്നിരുന്നു. ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നുമായിരുന്നു ഗോസിപ്പ് കോളങ്ങളിൽ പ്രചരിച്ചത്. ഇവരുടെ വിവാഹത്തിനായി മോഹൻലാലും പ്രിയദർശനും സംസാരിച്ചിരുന്നുവെന്നും മരുമകളായി കല്യാണിയെ തന്നെ തെരഞ്ഞെടുത്തതായും പ്രചരിച്ചിരുന്നു. ചെറുപ്പം മുതലേ അടുത്ത സുഹൃത്തുക്കളായ പ്രണവിന് ഇപ്പോൾ 34 വയസ്സ് കഴിഞ്ഞു. കല്യാണ പ്രായമായതിനാൽ തന്നെ പ്രണവിനെയും കല്യാണിയെയും വൈകാതെ വിവാഹം കഴിപ്പിക്കാനാണ് നീക്കമെന്നും പറയപ്പെട്ടിരുന്നു. തങ്ങളുടെ പിതാക്കന്മാരുടെ സൗഹൃദം പോലെ തന്നെ ചെറുപ്പം മുതൽ ഇതുവരെയും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന 2 നല്ല സുഹൃത്തുക്കളാണ് കല്യാണിയും പ്രണവും. സോഷ്യൽ മീഡിയയിൽ കല്യാണി ഇടയ്ക്കിടെ പ്രണവുമൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട്.